ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു റീസ്റ്റോക്കിംഗ് ആണ്. നമ്മൾ ലാസ്റ്റ് വീക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഗൗൺ ടൈപ്പിൽ 2 പീസ് സെറ്റ്. ഇന്ന് നമ്മൾ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പാറ്റേൺ ആഡായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 2 പീസ് വരുന്നുണ്ട്, 3 പീസ് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പം ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പം പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഹെവി എൻക്വയറി ആയിരുന്നു. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബഡ്ജറ്റ് റേറ്റിലായിരുന്നു. അപ്പം നമുക്ക് ആ ടൈമിൽ വന്നിട്ട് പർച്ചേസ് ചെയ്ത കസ്റ്റമർക്കൊക്കെ അറിയാം എത്രത്തോളം വാല്യൂ ഉള്ളതാണെന്ന്. അവരുടെ കയ്യിലെല്ലാം കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു പേഴ്സണലായിട്ട്. അതെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇത്രയും ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവന്ന ഒരു ഐറ്റം ആണെങ്കിൽ പോലും അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും അതിന് നിങ്ങൾ കിട്ടിയ ഐറ്റംസ് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിവ്യൂ തരികയും ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും ഇതുപോലെ അഫോർഡബിൾ പ്രൈസിലുള്ള ഐറ്റംസായിട്ട് വരാനായിട്ട് നമ്മളത് ഒരു പ്രചോദനം തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കളക്ഷൻ കണ്ടിട്ട് വന്നാലോ. ഇന്നത്തെ കളക്ഷൻസിൽ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ആണ് കേട്ടോ. നല്ല ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡാണ്, ഒരു ഡിഫറൻസും ഇല്ല. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലെങ്ത് ഇത് കണ്ടോ, നമുക്ക് ദുപ്പട്ട ഇല്ലെങ്കിൽ വന്നിട്ട് ഇതൊരു ഫ്രോക്ക് മോഡലിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന എല്ലാം ആണെങ്കിൽ തന്നെയും എനിക്ക് ലൂസാണ് കേട്ടോ. കാരണം ഇത് അത്രയ്ക്ക് നമ്മൾ ഫ്ലെയർ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരുപാട് ഇങ്ങനെ പാനൽസ് പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ലെങ്ത് കണ്ടോ, നല്ല ലെങ്ത് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഹീൽസ് യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് 50 എബോവ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ലെങ്ത് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെയുള്ള പോർഷൻ വന്നിട്ട് കട്ട് ചെയ്ത് നല്ലൊരു സ്റ്റിച്ച് ചെയ്യുന്ന ആളുടെ കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ 47 ലെങ്ത് ആക്കി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 3/4 സ്ലീവ്സിൻ്റെ എൻഡിൽ കണ്ടോ, ഈ യോക്കിരിയിലും ഹെവി ആയിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ വർക്കൊന്നും പോകുന്ന വർക്കല്ല, നല്ല ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു സിൽവർ ഗോൾഡ് മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറിലുള്ള ത്രെഡ് വർക്കാണ് ഓൾ ഓവർ കൊടുത്തിരിക്കുന്നത്. അതേ വർക്ക് വന്നിട്ട് 3/4 സ്ലീവ്സിൻ്റെ എൻഡിൽ ഇങ്ങനെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പാർട്ടി വെയർ ആക്കി ഇടാൻ പറ്റിയ അടിപൊളിയാണ്. ദുപ്പട്ട വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ഗൗൺ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ വെയർ ചെയ്യാൻ പറ്റും. ഓൾ ഓവർ ആ വർക്ക് പോകുന്നുണ്ട്. ദുപ്പട്ടയിൽ നോക്കി വൺ സൈഡ് ഹെവി ആയിട്ടാണ് ആ വർക്ക് കൊടുത്തിരിക്കുന്നത്. വൺ സൈഡ് സ്കാലപ്പാണ് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ടൻ്റെ ലെങ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2.25 ഉള്ളെന്ന്, കുറച്ച് കുറവാണ്. അതേപോലെ തന്നെ ഓൾ ഓവർ വന്നിട്ട് ആ ഒരു വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട കുറച്ച് വേറെ എന്തൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് വന്നിട്ട് M2XXL ആണ് വരുന്നത്. പ്രൈസ് 699 ഉള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് വണ്ണും വന്നിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ്. ചെറിയൊരു ഡിഫറൻസേ വരുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ഈ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത്. ഇതിൻ്റെയും റൗണ്ട് നെക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ. ഇതിൻ്റെ ഈ വർക്കൊക്കെ കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതിൽ വന്നിട്ട് ഗോൾഡൻ കളർ ത്രെഡ് വർക്കും വരുന്നുണ്ട്. അതിൽ വന്നിട്ട് ഓറഞ്ച് കളർ ത്രെഡ് വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം ആണ്. ആ ചെറിയൊരു ഡിഫറൻസ്, ഇതിൻ്റെ ഈ നെക്ക് റൗണ്ട് പോലെ വന്നിട്ട് ഹെവി ആയിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ഈ പോർഷനിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിലും ആ വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സ്കാലപ്പ് പോലെയാണ് ആ വർക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വന്ന് ഫുള്ള് വന്നിട്ട് പാനൽ പോലെയാണ് വരുന്നത്. 3/4 സ്ലീവ്സിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിലും ലൈനിങ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഒരു രക്ഷയില്ല, ദുപ്പട്ടയൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. സ്കാലപ്പ് പോലെ ഒരു വൺ സൈഡ് ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. വൺ സൈഡ് വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്കാലപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓൾ ഓവർ വന്നിട്ട് ആ വർക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെയും സൈസ് വന്നിട്ട് M2XXL ആണ് വരുന്നത്. പ്രൈസ് 699 ഉള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മളിപ്പം കണ്ടതെല്ലാം 2 പീസ് സെറ്റ് ആയിരുന്നു. ഇനി ഒരു 3 പീസ് സെറ്റ് ആയാലോ. അതും ഇപ്പം നമ്മൾ കണ്ടതെല്ലാം ജോർജറ്റ് ഫാബ്രിക് ആണെങ്കിൽ ഇത് വന്നിട്ട് വീത്ര ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ. നല്ല ഈ ഒരു പ്രൈസിങ്ങിനൊക്കെ നല്ലതാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുമാണ്. വർക്കൊക്കെയും നല്ല ഇതാണ്. സ്റ്റിച്ചിങ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് 3 പീസ് സെറ്റ് ആണ് വരുന്നത്. ഇതിന്റെ ലെങ്ത് 47 വരുന്നുള്ളൂ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. V36 ആണ് ഫാബ്രിക് വരുന്നത്. ഇതിന്റെ സ്ലീവ്സിന്റെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത്. ഇതുണ്ടോ, ഈ നെക്കിൽ വരുന്ന അതേ വർക്ക് തന്നെ 3/4 സ്ലീവ്സിന്റെ
എൻഡിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ വർക്ക് വന്നിട്ട് ഹെവി ആയിട്ട് ഇതിന്റെ ഏറ്റവും എൻഡ് പോർഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ ഫോട്ടോസ് വന്നിട്ട് ഞാൻ വീഡിയോയിൽ വന്നിട്ട് ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഞാൻ വേറെ ഇത് കാണിക്കുന്നില്ല, കാരണം നമുക്ക് സമയക്കുറവ് കൊണ്ടാണ് അങ്ങനെ കാണിക്കാത്തത് കേട്ടോ. ഇതിന്റെ പാൻറ് കണ്ടോ, പാൻറ്റൊക്കെ നല്ല ലൂസ് പാൻറ്റാണ് കേട്ടോ. ഫ്രണ്ട് പോർഷനിലും ബാക്ക് ഏരിയയിലും എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, പോക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പാൻസിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, വിജിറ്റാസിഡ്സ് ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. നല്ല ലൂസ് പാൻറ്റാണ്. പാൻറ്റിന്റെ ഏറ്റവും എൻഡ് പോർഷനിൽ വന്നിട്ട് ഇതുണ്ടോ, ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ട് ആ ഒരു ഗോൾഡൻ കളർ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലൂസ് പാൻറ്റാണ്. ഇങ്ങനെയാണ് ആ പാൻറ് വരുന്നത്. പാൻറ്റിന്റെ ലെങ്ത് 39 ആണ് വരുന്നത്. ടോപ്പിന്റെ ലെങ്ത് 47 ആണ് വരുന്നത്. അതിന്റെ ദുപ്പട്ട കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ദുപ്പട്ടയ്ക്ക് വന്നിട്ട് 2.5 എബോവ് ലെങ്ത് വരുന്നത് കേട്ടോ. പക്ഷെ വീതി ഇത്തിരി കുറവാണ്, പക്ഷെ നല്ല ലെങ്ത് വരുന്നുണ്ട്. ദുപ്പട്ടയിൽ കണ്ടോ, ഓൾ ഓവർ വന്നിട്ട് ആ ഒരു വർക്ക് 2 സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ദുപ്പട്ടയിൽ ഓൾ ഓവർ വന്നിട്ട് തട്ടവിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് തട്ടവിട്ടൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല നീളമുണ്ട്, വീതി ഇത്രയൊക്കെ വീതി ഉള്ളെങ്കിൽ നമുക്ക് തട്ടവിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല ഭംഗിയാണ്. അപ്പം ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് M2XX ആണ് വരുന്നത്. പ്രൈസ് 799 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. 2 പീസ് സെറ്റിനെല്ലാം 699, നമ്മളിപ്പോൾ കണ്ട 3 പീസ് സെറ്റിന് വന്നിട്ട് 799 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. സൈസ് എല്ലാം വന്നിട്ട് M2XX ആണ് വരുന്നത്. അപ്പം നമ്മൾ ഇനി കാണാൻ പോണത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന 2 പീസ് സെറ്റിന്റെ റീസ്റ്റോക്കിംഗ് ആണ്. അതിന്റെയും M2XX അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കളക്ഷൻ കണ്ടിട്ട് വന്നാലോ. ഇതിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ലൊരു ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ. ഇതിൽ വന്നിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ പാനൽസ് ആണ് പോണത്. 12 പാനൽസ് ആണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് 6 പാനൽസ് വരുന്നുണ്ട്. ബാക്ക് പോർഷനിൽ വന്നിട്ട് 6 പാനൽസ് വരുന്നുണ്ട്. നമുക്കിത് വന്നിട്ട് 2 പീസ് ആയിട്ട് വേണമെങ്കിൽ വെയർ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രോക്ക് മോഡലിൽ വേണമെങ്കിൽ വെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇച്ചിരി അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്ക് കുറച്ച് നല്ല യൂസ്ഫുൾ ആയിരിക്കും. എനിക്കൊക്കെ ഇത് നല്ല ലെങ്ത് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് ഹൈറ്റ് ഉള്ളവർക്ക് നല്ലതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതെന്ന് പറയാൻ, ഇതിന്റെ ഈ ഒരു നമ്മൾ നോർമലി ഒരു 47 ആണല്ലോ ലെങ്ത് യൂസ് ചെയ്യുന്നത്. അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് താഴെയുള്ള ആ ഒരു വർക്ക് വന്നിട്ട് നിങ്ങൾക്ക് മേളിലേക്ക് എടുത്ത് വെച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിട്ട് നല്ല ഒരു ബഡ്ജറ്റ് റേറ്റിലാണ്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഏലയിലാണ് വരുന്നത്. ഇത് വന്നിട്ട് ഒരു അംബ്രല കട്ടിങ് പോലെയാണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും എൻഡ് പോർഷനിൽ വന്നിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തടാം. ഇതിന്റെ ഏറ്റവും എൻഡ് പോർഷനിൽ വന്നിട്ട് ഈ 3/4 സ്ലീവിന്റെ എൻഡിൽ വരുന്ന അതേ വർക്ക് കൊടുക്കുന്നുണ്ട്. അതേ സെയിം വർക്ക് തന്നെ ഈ ഒരു നെക്ക് ഏരിയയിലും ഇങ്ങനെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് വന്നിട്ട് ഗൗൺ പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വന്നിട്ട് 2 പീസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ഇറക്കമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ദുപ്പട്ടയിൽ വന്നിട്ട് ഹെവി ആയിട്ട് ആ ഒരു നെക്ക് ഏരിയയിലും ഈ 3/4 സ്ലീവ്സിന്റെ എൻഡിൽ വരുന്ന ആ ഒരു വർക്ക് ഇങ്ങനെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇതെന്ന് പറയുന്ന വർക്ക് എന്ന് പറയുന്നത് നല്ലൊരു ഗോൾഡൻ കളർ ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ. വൺ സൈഡ് ഫുള്ള് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വൺ സൈഡ് വന്നിട്ട് സ്കാലപ്പാണ് വരുന്നത് കേട്ടോ. ദുപ്പട്ടയ്ക്ക് വന്നിട്ട് ലെങ്ത് കുറച്ച് കുറവാണ്, 2.25 വരുന്നുള്ളൂ. നോർമലി വന്നിട്ട് 2.5 ആണ് വരുന്നത്. ദുപ്പട്ടയിൽ ഓൾ ഓവർ വന്നിട്ട് ആ ഒരു വർക്ക് പോകുന്നുണ്ട്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഒരു രക്ഷയും ഇല്ല, അത്രയ്ക്ക് ഭംഗിയുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് വന്നിട്ട് എനിക്ക് കുറച്ച് ലൂസാണ്. കുറച്ച് വണ്ണം ഉള്ളവർക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആവും. ഞാൻ ഏറ്റവും ചെറിയത് വെയർ ചെയ്തിട്ട് പോലും എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാനൊന്നിച്ച് ഷേപ്പൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ അങ്ങനെ വെയർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട്, 50 വരെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടിട്ട് വന്നാലോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഒരു രക്ഷയും ഇല്ല, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വന്നിട്ട് ഓൾ ഓവർ വന്നിട്ട് പ്ലെയിൻ ഷെയ്ഡിലാണ് വരുന്നത്. വർക്ക് വന്നിട്ട് ഫുള്ള് വരുന്നത് 3/4 സ്ലീവ്സിന്റെ എൻഡിൽ വരുന്നുണ്ട്, നെക്ക് ഏരിയയിലും വരുന്നുണ്ട്, ദുപ്പട്ടയിലും ഏറ്റവും എൻഡ് പോർഷനിലും വരുന്നുണ്ട്. ഇതെല്ലാം സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം. ആ ഒരു ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇത് വന്നിട്ട് നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇതിൻ്റെയൊക്കെ ഒരു ക്ലോസ് അപ്പ് ഒന്ന് നോക്കിക്കേ, എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ, നല്ല രസമില്ലേ കാണാനായിട്ട്. 3/4 സ്ലീവ്സിൽ വന്നിട്ട് ഫുള്ളായിട്ട് അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൽ ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ സ്ലീവ്സിൽ ലൈനിങ് വേണമെന്നുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് വന്നിട്ട് കണ്ടോ എത്ര ഹെവി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നോക്കി, എത്രയും വീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. കുഞ്ഞു കുഞ്ഞ് ഇത് നിങ്ങൾക്ക് ഈ ഒരു പ്ലെയിൻ ഷെയ്ഡിലായതുകൊണ്ട് ഈ പാനൽസ് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല.
വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല. നേരിട്ട് നിങ്ങളുടെ കൈ കിട്ടി കഴിയുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. ആ ഒരു നെക്കരിയിൽ കൊടുത്തിരിക്കുന്ന അതേപോലത്തെ വർക്ക് വന്നിട്ട് ഇതിൻ്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ലൈനിങ് ഒക്കെ കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി. നല്ല ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ആ ഒരു ഷെയ്ഡിൽ മാത്രം ഡിഫറൻസ് വരുന്നുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് 2.25 വരുന്നുള്ളൂ കേട്ടോ. 2.5 വരുന്നില്ല, കുറച്ച് ചെറിയതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു വൈൻ ഷെയ്ഡാണ്. ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാ ഷെയ്ഡും നല്ല ഷെയ്ഡാണ്. ഇതിൻ്റെ പ്രൈസിങ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഫോട്ടോസ് ഏറ്റവും എൻഡിലായിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ്സിലും ആ എൻഡ് പോർഷനിലും എല്ലാം സെയിം വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതുണ്ടോ, സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും വരുന്നില്ല. ഇങ്ങനെയാണ് വരുന്നത്. ഇതുണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി. എല്ലാ ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിൽ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വന്നിട്ട് വീഡിയോയുടെ ഏറ്റവും എൻഡിലായിട്ട് കൊടുത്തേക്കാം. ഇപ്പം വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത്. അപ്പം നമ്മൾ ഇന്ന് കണ്ട ഈ ഒരു 2 പീസ് സെറ്റിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് വന്നിട്ട് L to 3XL വരെയാണ് വരുന്നത്. L വന്നിട്ട് XL-കാർക്ക് യൂസ് ചെയ്യാം, XL വന്നിട്ട് XXL-കാർക്ക് യൂസ് ചെയ്യാം, XXL വന്നിട്ട് XXL-കാർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ XXL വന്നിട്ട് 4XL-കാർക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല വീതിയും ഉണ്ട്. നല്ല ഇതാണ്, ഷേപ്പിലല്ല ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഫ്രോക്ക് പോലെ വെയർ ചെയ്യാവുന്ന പോലെയാണ്. ഞാനത് ജസ്റ്റ് കാണിക്കാം. ഇങ്ങനെ ഫ്രോക്ക് പോലെ നമുക്ക് വെയർ ചെയ്യാവുന്ന പോലെ ഇങ്ങനെ ഫ്രീ ആയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ലൂസാണ്. ഇത് കണ്ടോ, നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്ന ടൈപ്പിലാണ്. ഇതിപ്പോൾ എൽ സൈസാണ് വരുന്നത്. ഇപ്പോൾ എൽ സൈസ് വേണമെങ്കിൽ XL സൈസുകാർക്ക് യൂസ് ചെയ്യാം. അതേപോലെയാണ് വരുന്നത്. അപ്പോൾ ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂവാണ് എടുക്കുന്നത്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു എലഗന്റ് കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി.